വെൽഫെയർ പാർട്ടി പിന്തുണ സ്വീകരിച്ച UDF നിലപാടിനെ കടന്നാക്രമിച്ചു മുഖ്യമന്ത്രി എം സ്വരാജിനെ അദ്ദേഹം മുക്തകണ്ഠം പ്രശംസിച്ചു. മുഖ്യമന്ത്രിയുടെ നിലമ്പൂർ പ്രസംഗം ഇന്ന് അതിലേക്കാണ് വിരൽ ചൂണ്ടിയത്. ഇന്നു മുതൽ 3 ദിവസം മണ്ഡലത്തിൽ അദ്ദേഹം ക്യാമ്പ് ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി ചുക്കാൻ പിടിക്കും. മറ്റന്നാൾ പ്രിയങ്ക ഗാന്ധി മണ്ഡലത്തിൽ വരും. പരസ്യപ്രചാരണം അവസാനിക്കാൻ 4 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പോര് മുറുകുന്നു. ഇന്നേക്ക് 6ാം നാൾ നിലമ്പൂർ പോളിംഗ് ബൂത്തിലേക്ക് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കാൻ എത്തിക്കാവുന്ന നേതാക്കളെയെല്ലാം മുന്നണികൾ നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്. എം സ്വരാജിനായി വോട്ടഭ്യർത്ഥിച്ച മുഖ്യമന്ത്രി എത്തി. സമൂഹം അകറ്റിയ കൂട്ടരാണ് ജമാഅത്ത് ഇസ്ലാമി. എന്തു മാറ്റമാണ് ജമാഅത്ത് ഇസ്ലാമിക്ക് ഉണ്ടായിട്ടുള്ളത്? അവസരവാദ നിലപാട് UDF സ്വീകരിച്ചു. മാധ്യമം പത്രത്തിന്റെ ഉദ്ഘാടനത്തിന് പോലും പാണക്കാട് തങ്ങൾ പോയിട്ടില്ലെന്ന ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിക്കണമെന്ന UDFന് മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനം. ഒരു കാര്യം, ജമാഅത്തെ ഇസ്ലാമിയെ കൊണ്ടു നടക്കുന്നവരും ഇന്നത്തെ ലീഗ് നേതൃത്വവും ആലോചിക്കുന്നത് നന്നാവും. അന്ന് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പാണക്കാട് തങ്ങളെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം പോയിരുന്നോ എന്ന് ഇന്നത്തെ ലീഗ് നേതൃത്വം ആലോചിച്ച് നോക്കുക. ക്ഷേമ പെൻഷനെ കൈക്കൂലിയാണെന്ന് പറഞ്ഞ് ആക്ഷേപിക്കാൻ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിലെ മാന്യദ്ദേഹം തയ്യാറായെന്ന KC വേണുഗോപാലിനെതിരെ മുഖ്യമന്ത്രി. ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ വാങ്ങിയ ആളാണിപ്പോൾ മാറ്റി പറയുന്നത്. CPIM പച്ചയ്ക്ക് വർഗീയത പറയുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഇതുപോലെ മാറി പറഞ്ഞിട്ടില്ല. ഇപ്പൊ പച്ചയ്ക്ക് വർഗീയത പറയാണ് CPM. പച്ചയ്ക്ക് വർഗീയത. CPM കേഡറുകളോട്, സ്ക്വാഡുകളോട് പറഞ്ഞിരിക്കുന്നത് വീടുകളിൽ പോയി പച്ചയ്ക്ക് വർഗീയത പറഞ്ഞ് വോട്ട് പിടിക്കാനാണ്. 3 മുന്നണികളുടെയും പ്രധാന നേതാക്കളെല്ലാം കുടുംബയോഗങ്ങളും പഞ്ചായത്ത് കൺവെൻഷനുകളുമായി മണ്ഡലത്തിലുണ്ട്. 15-ന് ആര്യാടൻ ഷൗക്കത്തിനായി പ്രിയങ്ക ഗാന്ധി 2 കൺവെൻഷനുകളിൽ വോട്ടഭ്യർത്ഥിക്കും. ടീം 24 നിലമ്പൂർ.